ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക. മൂങ്ങ ആണെങ്കിൽ കല്യാണം ഇട്ട് പൊളിച്ചെടുക്കുക. നിന്നെ ഞാൻ കൊല്ലുവടി, നീ എന്തിനു വേണ്ടിയാടി എൻ്റെ കൊച്ചുമോൻ്റെ മുന്നിലേക്ക് വന്നത്? അവര് മലയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കൊന്നു കളയും ഞാൻ, ഇവിടെ അടിക്കട്ടെ. അമ്മേ വേണ്ട, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്. നിന്റെ മോള് ഈ എരണം കെട്ടവള് കാരണം എൻ്റെ കൊച്ചുമോനും മോനും എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഇവിടെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ഇങ്ങനെയൊന്നും പറയല്ലേ ഭാനുമതി അമ്മേ. ഈ മോള് നല്ല ശകുനോ. അതറിയാതെ ഈ മോളെ ഇങ്ങനെ പ്രാകേണ്ട കാര്യമുണ്ടോ? ഈ മോളെ ഇങ്ങനെ പ്രാകിയാൽ അയ്യപ്പൻ പോലും പൊറുക്കില്ല. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത് പോലെ ഈ കുഞ്ഞു മുന്നിൽ വന്നോണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഗുരുജിക്ക് ദക്ഷിണ കിട്ടിയല്ലോ, പണിയും കഴിഞ്ഞല്ലോ, ഇനി പോകാൻ നോക്ക്. ഞാൻ പോവുക. അതെ, മോനും കൊച്ചുമോനും എന്തെങ്കിലും സംഭവിച്ചാ അവരുടെ മനസ്സിലെ ദുഷ്ടചിന്ത കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഈ കുഞ്ഞ് വന്ന് മുന്നിൽ നിന്നുകൊണ്ടാണെന്ന് വിചാരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സ്വാമി അങ്ങ് പോവുക. പൂജാരി പോയി കഴിഞ്ഞതും, എടി എരണം കെട്ടവളെ, നിന്നോട് ആര് പറഞ്ഞടി എൻ്റെ കുഞ്ഞിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ? അത് കേട്ടതും കല്യാണി ഭയങ്കര കരച്ചില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കുഞ്ഞിനും കൊച്ചുമോനും എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. നീ നോക്കിക്കോ, മനസ്സിൽ കുറിച്ചിട്ടോ, ഈ ജന്മം നിനക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. അപ്പോൾ ദീപയാണെങ്കിൽ കല്യാണിയെ കെട്ടിപ്പിടിച്ച് കരയുക. എൻ്റെ പൊന്നു മോളെ, ഇങ്ങനൊരു വീട്ടിൽ വന്ന് നിനക്ക് ജനിക്കേണ്ടി വന്നല്ലോ. എൻ്റെ ഈശ്വര, ഇതിനു വേണ്ടും എന്ത് തെറ്റാ എൻ്റെ കുഞ്ഞ് ചെയ്തത്? എൻ്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ എന്തിനെങ്ങനെ ശിക്ഷിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദീപ കല്യാണിയെ കെട്ടിപ്പിടിച്ച് കരയുക. ഈ സമയം ഇത് ആലോചിച്ചുകൊണ്ടിരുന്ന പ്രകാശൻ വീണ്ടും മറ്റൊരു കാര്യം ആലോചിക്കുക. അങ്ങനെ ശബരിമലയിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ വിക്രത്തിൻ്റെ നെറ്റിയിൽ ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് കണ്ടതും മൂങ്ങയും ദീപയും പേടിച്ചു. അയ്യോ, എന്താ എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയേ? മോനെന്താ, മോൻ്റെ തലയ്ക്ക് എന്താ ഒരു കെട്ട് എന്ന് മൂങ്ങയുടെ ചോദ്യം. ഒന്നും പറയണ്ടമ്മേ, മലയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ആ എരണം കെട്ടവള് മുന്നിൽ വന്നില്ലേ, അതിൻ്റെ അടയാളവാ. അവളോട് മുന്നിൽ വരരുതെന്ന് പറഞ്ഞാ അവള് കേക്കില്ലല്ലോ. അവള് മനഃപൂർവ്വം വന്നതാ. അവള് കാരണം ദേ ഇന്നെൻ്റെ മോൻ താഴെ വീണു, കാല് വഴുതി. മല കയറുമ്പോൾ കാല് വഴുതി താഴെ വീണ് എൻ്റെ മോൻ്റെ തല അടിച്ചു, നെറ്റിയിൽ നിന്നും ചോര പൊടിഞ്ഞു. അവളെവിടെ എവിടെ അവള്? എടാ മോനെ, നീ പോയപ്പോ അവളെ ഞാൻ തല്ലി കൊല്ലാൻ പോയതാ. പക്ഷെ അപ്പോഴേക്കും എന്നെ തടഞ്ഞത് ഇവളാ, ഈ ദീപ. അതുകൊണ്ട് എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. എൻ്റെ മോൻ്റെ നെറ്റി പൊടിച്ചപ്പോ നിനക്ക് സന്തോഷമായല്ലോ. എവിടെ അവള്, എവിടെയടി അവള്? അത് കേട്ടതും, വേണ്ട പ്രകാശേട്ടാ, അവൾ അറിയാതെ വന്നു പോയതാ. അതിന് അവളെ തല്ലിക്കൊല്ലരുത്. കൊല്ലുവടി, ഇന്ന് ഞാൻ അവളെ കൊല്ലും. എടി എരണം കെട്ടവളെ, എടി ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് പ്രകാശൻ ഒച്ചത്തിൽ വിളിക്കുക. ആ സമയം കല്യാണി പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പോൾ നമ്മുടെ പ്രകാശൻ, നിന്നെ ഞാൻ, അയ്യോ വേണ്ട പ്രകാശേട്ട വേണ്ട, കൊല്ലുവടി നിന്നെ ഞാൻ ഇന്ന് കൊന്ന് കായല്ലെറിയോടി, ഓടി ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക കല്യാണി. അപ്പോൾ ദീപയാണെങ്കിൽ കാല് പിടിച്ച് കരയുക. പ്രകാശേട്ട ഒന്നും ചെയ്യരുത്, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്. നിന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഇവളുടെ മേലെ ഒരു പോറലേറ്റ നിനക്ക് നോവും. നിന്റെ മോൻ്റെ നെറ്റി പൊട്ടി ചോര പൊടിഞ്ഞിട്ട് നിനക്കൊരു വിഷമം ഇല്ല അല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടടി. ഇവളാണ് നിന്റെ എല്ലാം, ഇവൾക്ക് വേണ്ടിയാണ് നീ എല്ലാം ചെയ്തു കൂട്ടുന്നത്. നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദീപേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാ ഇവള് പിന്നെ ജീവനോടെ ഇരിക്കില്ല. ഇവളെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇവൾ ഒറ്റൊരുത്തി കാരണം എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നറിയാമോ? ഇവളെ പോലെ ഒരു ലക്ഷണം കെട്ടവൾ ഈ വീട്ടിലുള്ളത് തന്നെ നമുക്കൊക്കെ ശാപമാ. ഇവളെന്ന് ചാകുന്നു അന്ന് നന്നാവും നമ്മുടെ കുടുംബം എന്നൊക്കെ പ്രകാശം പറയാം. അതെല്ലാം കേട്ടതും നമ്മുടെ മൂങ്ങ, തല്ലി കൊല്ലു പ്രകാശ, ഇവളെ ഒരിക്കലും വെറുതെ വിട്ടൂടാ. ഇവളെ പോലെ ഒരുത്തി ഈ വീട്ടിൽ ജീവിച്ചിരുന്ന നമുക്കൊക്കെ ഇങ്ങനെ ഓരോ ആപത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. കൊല്ലു പ്രകാശ ഇവളെ ഞാൻ കൊല്ലുന്നില്ല. ഇവളെ കൊന്ന ചിലപ്പോൾ ഇവളും കൂടെ കായലിൽ ചാടിച്ചാകും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവൾക്ക് ഭക്ഷണം കൊടുക്കണ്ട. ഭക്ഷണം കൊടുക്കണ്ടോ? ഒരു ദിവസമല്ല പ്രകാശ, ഒരാഴ്ച ഇവളെ പട്ടിണി കിടണം. എന്നാലേ ഇവള് മനസ്സിലാക്കും ഇവളെ മേലെ ഈ വീട്ടിലേക്ക് കയറ്റി പോരുത്. പോയി കിടക്കടി തൊഴുത്തില് പോടി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ കല്യാണി ആട്ടി പായിച്ചിട്ട് അങ്ങോട്ട് പോവുക. ഈ സമയം നമ്മുടെ കല്യാണിയാണെങ്കിൽ പൊട്ടിക്കറിയ, എൻ്റെ പൊന്നുമോളെ ഞാൻ എന്ത് ചെയ്യാനാടി? നിന്നെ രക്ഷിക്കാൻ പോലും അമ്മയ്ക്ക് പറ്റുന്നില്ല. നിന്നെ രക്ഷിക്കാനായിട്ട് എത്തുമ്പോൾ അമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ ആകെ തളർന്നു പോവുക
എന്നും പറഞ്ഞുകൊണ്ട് ദീപ കല്യാണിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രകാശൻ കെട്ടുനിറയ്ക്കുന്നതിനിടയെ കരയുക. അപ്പോൾ നമ്മുടെ കല്യാണി ചോദിക്കുക, എന്താ വെച്ചാ എന്തു പറ്റി? ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുപോയി മോളെ. വേണ്ട പ്രകാശേട്ടാ, ഇനി പഴയ കാര്യങ്ങളൊന്നും ഓർക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്താ? ഇതുപോലൊരു കെട്ടുനിറയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ദീപയോടും എൻ്റെ കല്യാണി മോളോടും ചെയ്ത ക്രൂരതകളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. ആ ചിന്തകളൊക്കെ മനസ്സിലേക്ക് കയറി വരിക. എനിക്ക് തോന്നുന്നു അയ്യപ്പസ്വാമി ഇപ്പോൾ എല്ലാം ഓർമ്മിപ്പിക്കുവാന്ന്. വേണ്ട പ്രകാശേട്ടാ, അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് ഇനി കൂടുതൽ സമയം കളയണ്ട. എന്തായാലും കെട്ടുനിറച്ചിട്ട് സന്തോഷത്തോടെ മലയ്ക്ക് പോയിട്ട് വാ. സന്തോഷമായി പ്രകാശ, ഒരുപാട് സന്തോഷമായി സ്വാമി. എന്തായാലും ഇത്രയും നാളും കെട്ടുനിറയ്ക്കുമ്പോഴൊക്കെ പെൺമക്കളെ വെറുക്കുന്ന ഒരു അച്ഛനായിരുന്നു. എന്നാൽ ഇന്ന് പെൺമക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അച്ഛനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട് വരും. എന്തായാലും ശബരിമലയ്ക്ക് പോയി സന്തോഷത്തോടെ തിരിച്ചു വരും. അതെ അതെ അച്ഛ, എല്ലാവരും പറയുന്നത് പോലെ ഇനി അച്ഛൻ ഒരു മക്കൾക്കും ദ്രോഹം ചെയ്യില്ലെന്നറിയാം. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ നടക്കും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം കെട്ട് നിറക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കെട്ടൊക്കെ നിറച്ച് അതൊക്കെ എടുത്ത് ഇങ്ങനെ തലയിൽ കെട്ടി ഇറങ്ങുക. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി തേങ്ങയും ഉടച്ച് അവരിറങ്ങുകയാണ്. അവർ പോയതും പ്രകാശന് ഒട്ടും മനസ്സില്ല കല്യാണിയെ വിട്ടു പോകാൻ. അങ്ങനെ പ്രകാശൻ വിഷമിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം പോയി കഴിഞ്ഞതും നമ്മുടെ കല്യാണി പറയുക, അച്ഛനെ ഇതുപോലെ ഒരു ദിവസം മലയ്ക്ക് പോയപ്പോൾ ഇതുപോലെ വിക്രം താഴെ വീണ് എല്ല് പൊട്ടി വന്നായിരുന്നു. അതൊക്കെ അവരുടെ മനസ്സിൽ തിന്മകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ വന്ന് മുന്നിൽ നിന്നിട്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന അച്ഛൻ പറഞ്ഞത്. അതായിരിക്കും ചിലപ്പോൾ ഓർത്ത് കരഞ്ഞത്. അതെ, അത് ശരിയാ. പാവം അന്ന് ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നോരോന്നായി അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. എന്തു ചെയ്യാനാ? അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാനല്ലേ പറ്റൂ. അത് ചിന്തിക്കാതിരിക്കണമെങ്കിൽ അച്ഛൻ തന്നെ വിചാരിക്കണം. അമ്മയില്ലാത്തതിൻ്റെ വിഷമം അച്ഛന് നന്നായിട്ടുണ്ട്. അതെ, അത് ശരിയാ. ദീപയോട് ചെയ്ത ക്രൂരതകൾ ഒരുപാടാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ വളരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കത്ര ഇതൊന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ശിക്ഷ മുഴുവനും ഏറ്റത് ദീപയാ. ഒരുപാട് തല്ലും കൊണ്ടിട്ടുണ്ട്, ഒരുപാട് അവഗണനകൾ സഹിച്ചിട്ടുണ്ട്. അമ്മയുടെയും മോൻ്റെയും കുത്തുവാക്കുകളും അടിയും കൊണ്ടിട്ടുണ്ട്. എല്ലാം കൊണ്ടും എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം കഴിഞ്ഞു. നിൻ്റെ അച്ഛൻ നല്ലവനായി. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് പോയി സന്തോഷത്തോടെ തിരിച്ചു വരും. ഇനിയൊരു വീഴ്ചയും കാൽവഴുതലും ആ അച്ഛനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണും ബൈജുവൊക്കെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുലാണെങ്കിൽ ജയിലിൽ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും വിക്രം വന്നു. നീ വന്നോ? എവിടെയായിരുന്നടാ? എൻ്റെ ചേട്ടാ ഒന്നും പറയണ്ട, എന്നെ കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുപോയി. എന്തിന്? എൻ്റെ കൂട്ടുകാരന്മാരെന്തോ മോഷണം നടത്തിയെന്ന്, അതിലെനിക്കും പങ്കുണ്ടെന്നും പറഞ്ഞാൽ എന്നെ അവർ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്ന് കുറേ തല്ലും കിട്ടി. എന്തിനാടാ അങ്ങനെ ചെയ്തത്? നീ ജയിലിൽ കിടക്കുമല്ലേ, അത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഒരിക്കില്ലേ? ഞാൻ ജയിലിൽ കിടക്കുകയാണെങ്കിലും എൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ മോഷ്ടിച്ചതെന്നാണ് ഇവിടെയുള്ള പന്ന പോലീസുകാർ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ പിടിച്ചുകൊണ്ട് അകത്തിട്ടു. അതിനുശേഷം കുറേ തല്ലിയിട്ടും ഉത്തരം കിട്ടാതായപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ ഇട്ടു. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എൻ്റെ കാര്യം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും തല്ലെനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യപ്പെടുക. നീ ദേഷ്യപ്പെടാതെടാ, എന്തായാലും നീ വന്നല്ലോ. നീ ഇല്ലാതെ ആകെ ബോറടിച്ചിരിക്കുമായിരുന്നു. എടാ വിക്രമ, നീ പോയതിന് ശേഷം ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നു. എന്താ നിങ്ങൾ നടന്നത്? ആ മനോഹർ ഉണ്ടല്ലോ, അവൻ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ തല ഞാൻ മമ്മട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. മമ്മട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്നോ? അതെ, തല വെട്ടിപ്പൊളിഞ്ഞു. അവനെ മരിക്കേണ്ടവനാ. പോലീസുകാരും ബാക്കിയുള്ളവരും വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ്റെ തല ഞാൻ വെട്ടിപ്പൊളിച്ച് അവനെ പോസ്റ്റ്മോർട്ടം ഞാൻ ചെയ്താനെ. അത് കേട്ടതും എൻ്റെ ദൈവമേ, അത് വല്ലാത്തൊരു കഥയായി പോയല്ലോ അങ്ങളെ. അതേടാ, കൊല്ലണമെന്ന് വിചാരിച്ചു തന്നെ വെട്ടിയത്. പക്ഷെ ആ ചേട്ടൻ ചത്തില്ല. അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്നാ കേട്ടത്. എന്ത് ചെയ്യാനാ? അവനെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോള് ഒരുപാട് സന്തോഷിച്ചെന്നായിരുന്നു. പക്ഷെ അങ്ങളെ, മനോഹർ ഇപ്പൊ ഒരുപാട് മാറാൻ ശ്രമിക്കുന്നൊന്നുമില്ല. അവനെ ഇപ്പൊ കിരണിന്റെയും കല്യാണിയുടെ ആളാ. അവരെന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യുന്നവൻ. ഈ ജയിലിൽ കിടന്നുകൊണ്ട് ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ പറഞ്ഞാലും അവനത് ചെയ്യും. അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടരുത്. അവനിനി എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. വെറുതെ വിടില്ല ഞാൻ. അവനെ കൊന്നുകളയും, കൊല വിളിക്കും. എൻ്റെ ദേഷ്യം തീരുന്നത് വരെ, അവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ അവനെ ഞാൻ
കൊല്ലും വിക്രം, കൊല്ലും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവനോട്. എൻ്റെ മോളുടെ അവൻ മരിച്ച എൻ്റെ മോൾ ഒരുപാട് സന്തോഷിക്കും, ഒരുപാട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത്. മനോഹറിനെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ അത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുക. ഇപ്പോൾ വേദനയ്ക്ക് വല്ല കുറവുണ്ടോ? ഇല്ല സാറേ, ചില സമയത്ത് ഭയങ്കര വേദനയാ, ആളെ കൊല്ലുന്ന വേദന. ആ വേദനയൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെയാ ഇപ്പം ഈ വലിയ വേദനയായിട്ട് എൻ്റെ തലയിൽ വന്നിരിക്കുന്നതെന്ന്. എനിക്കിങ്ങനെ വേദന വരുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ തന്ന് എന്നെ അങ്ങ് തീർത്തൂടെ സാറേ? എടോ, ഡോക്ടർമാര് മനുഷ്യരുടെ ജീവൻ എടുക്കാനല്ല, ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ ജീവിപ്പിക്കാനാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ തൻ്റെ ജീവൻ എടുക്കാനുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ലടോ എന്നൊക്കെ ഡോക്ടർ പറയുക. പേടിക്കണ്ട, വേദന ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ മതി, പെയിൻ കില്ലർ തരാം, കേട്ടല്ലോ? ശരി ഡോക്ടറെ, എന്നാ ഞാൻ അങ്ങോട്ട്. ശരി ഡോക്ടറെ. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞതും മനോഹർ ആലോചിക്കുക, ഞാൻ ചെയ്ത പാപങ്ങളും തെറ്റുകളും എല്ലാം എൻ്റെ തലയിലേക്ക് കടന്നു വരിക. ഓരോരോ തെറ്റുകൾ ഞാൻ ചെയ്യുമ്പോഴൊക്കെ എല്ലാം കൂടെ തലയിൽ വന്നിരിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ കടന്ന് കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന കാദംബരിയെയും കല്യാണിയെയും കാർത്തികയെ ലക്ഷ്മി അമ്മയും കിരണിനെയും ബൈജുവിനെയും ഒക്കെയാണ്. എന്തായാലും ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആ ഗംഗാ പ്രസാദ്, അവൻ്റെ കൂടെ കാട്ടിനകത്തൊരു പെണ്ണുണ്ട്. ആ പെണ്ണാണ് അവനെ അമ്പ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണേട്ടൻ അവൻ്റെ മുന്നിൽ ചെന്ന് പെടുന്നത്. പിന്നെ അവനൊന്നും നോക്കിയില്ല, ആ അമ്പ് പാച്ചു വിടുമായിരുന്നു കിരണേട്ടൻ്റെ നെഞ്ചിലേക്ക്. ആ അമ്പ് പോയി തറച്ച് കിരണേട്ടൻ അവിടെ തന്നെ വീണു, ചോര വാർന്ന് വീഴ്ച. പിന്നെ കിരണേട്ടൻ കണ്ണ് തുറന്നില്ല. ഞാൻ എന്താ അങ്ങനെ ഒരു സ്വപ്നം കണ്ടെന്ന് എനിക്കറിയില്ല മോളെ. അതേത് നേരവും നീ ഗംഗാപ്രസാദിനെ കുറിച്ച് ആലോചിച്ച് കിടക്കുന്നോണ്ടാ. എന്തായാലും അതിനെക്കുറിച്ച് ഓർത്ത് മോളിനി പേടിക്കണ്ട. ഗംഗാപ്രസാദിനെ കുറിച്ച് ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴേ അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ട് ഇനി ഗംഗാപ്രസാദിനെ കുറിച്ച് ഓർക്കണ്ട. അത് കേട്ടതും പക്ഷേ അവിടെ എന്തൊക്കെയോ ഒരു ദുരൂഹത ഉണ്ട് ആൻറ്റി. കാരണം എന്താന്ന് വെച്ചാൽ കല്യാണി ഇതുവരെ കണ്ട സ്വപ്നങ്ങളൊന്നും ഫലിക്കാതിരുന്നിട്ടില്ല. കല്യാണി അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗംഗാപ്രസാദ് തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാ. അത് കേട്ടതും അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. അവനെതിരെയുള്ള വാണ്ടഡ് നോട്ടീസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവനെ കണ്ട ആരാണെങ്കിലും വിളിച്ചു പറയുകയും ചെയ്യും. പോലീസ് അവനെ പിടിക്കും. അവനെ ചെന്നൈയിൽ വെച്ച് ഒരു ചേരിയിൽ വെട്ടി നുറുക്കിയിട്ടതാ. ആ സമയത്ത് അവൻ ജീവൻ വെച്ച് വന്നു. പിന്നെ വെട്ടി നുറുക്കിയ ഒരു പാട് പോലും ഇല്ലാതെയാ അവൻ പുനർജനിച്ചത്. അതുകൊണ്ടാ പറഞ്ഞത്, എന്തൊക്കെ ചെയ്താലും അവൻ വീണ്ടും വീണ്ടും ജനിച്ചുയർത്ത് വരുമെന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണം കിരണേ. എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളായിരിക്കും ഇനി പാടുപെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഗംഗാപ്രസാദിന് തിരിച്ചു വരാതെ നോക്കണം. അവന് അത്ര പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അവന് വാണ്ടഡ് നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് പുറത്തിറങ്ങിയ അപ്പം പോലീസ് പൊക്കും. പുറത്തിറങ്ങി പിന്നെ ആൾക്കാർ കണ്ടാലും ഉറപ്പായിട്ടും പൊക്കും. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ അവൻ കുറേ നാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങും. അതിനുശേഷം അവൻ തന്നെ ചെന്ന് പിടികൊടുക്കും. പിന്നെ പിടികൊടുത്തതിന് ശേഷം അവൻ അവിടെ വെച്ച് ചെയ്യാൻ പോകുന്നതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവൻ പുറത്തിറങ്ങാനും ജാമ്യം കിട്ടാനും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ പിടികൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. ഇനി ഗംഗാപ്രസാദ് തിരിച്ചു വന്ന ഏറ്റവും കൂടുതൽ ഭീഷണി കിരണിനും കാർത്തികയ്ക്കുമായിരിക്കും. അത് ശരിയാ. അതുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. കാട്ടിലേക്ക് ഞാൻ ഒന്നുകൂടെ പോകണ്ട. ഒറ്റയ്ക്ക് പോകണ്ട കിരണേട്ടാ. ഒറ്റയ്ക്കല്ല, ആരെങ്കിലേക്ക് കൂട്ടുകൊണ്ടുപോവാ. എന്തായാലും അവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. കല്യാണി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവനെ കണ്ടുപിടിച്ചിട്ട് അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവനെ തീർത്തിട്ടേ വരൂ. പോലീസുകാർക്ക് പോലും അവൻ മരിച്ചാൽ ഒരു സങ്കടവും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ അവനെ കൊന്നാലും കൊന്നില്ലെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അവൻ എന്തായാലും തിരിച്ചു വരില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ കല്യാണി കാണുന്ന ഈ സ്വപ്നം, അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ടെൻഷൻ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോവുക. ഈ സമയം നമ്മുടെ കാർത്തികയും ലക്ഷ്മിയും, ഒരു കാര്യം പറയാ കല്യാണി, മരിച്ചാലും ഉയർത്തെഴുന്നേറ്റ് വരുന്നവനാ, ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നവൻ. അതുകൊണ്ട് തന്നെ അവൻ അത്രയ്ക്ക് പെട്ടെന്നൊന്നും മരിക്കില്ല. മരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ജീവിച്ചു വരും. അതാണ് അവൻ്റെ ജന്മം, അസുര ജന്മമാ. സൂക്ഷിക്കണം. അവൻ ജീവനോടെ തിരിച്ചു വന്ന
പിന്നെ നമ്മളൊക്കെ പേടിക്കണം, നമുക്ക് എല്ലാവർക്കും അതൊരു പേടി സ്വപ്നം തന്നെയാ കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയും ലക്ഷ്മിയും ഇങ്ങനെ ടെൻഷൻ അടിക്കണം. ഇത് കേട്ടതും കല്യാണിയും ആലോചിക്കുകയാണ്, ഈശ്വര അവന് ഒരിക്കലും ഇനി തിരിച്ചു വരരുത്, അവൻ തിരിച്ചു വന്ന ഞങ്ങളുടെ ജീവന് തന്നെ ആപത്താ എന്നും ആലോചിച്ചുകൊണ്ട് കല്യാണി നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.